ഗ്ലോബൽ റാങ്കിങ്ങിൽ നമ്മളെക്കാട്ടി ഫ്രണ്ടിലുള്ളൊരു ക്ലബ്ബാണ് രച്ചംപൂരി FC. അവർക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു. അതും ചില്ലറ വിജയമൊന്നുമല്ല, 4-1 നമ്മൾ വിജയിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഇതിൽ വിജയമോ പരാജയമോ ഒന്നും ഒരു കാര്യമില്ല. ഇത് ജസ്റ്റ് നമ്മുടെ ടീം എങ്ങനെ കളിക്കുന്നു, ഏത് രീതിയിൽ കളിക്കുന്നു, കോച്ചിനെ അനലൈസ് ചെയ്യാനുള്ളൊരു മാച്ച് മാത്രമാണ്. എങ്ങനെ കളിപ്പിക്കണം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ കളിപ്പിക്കണം എന്നറിയാൻ വേണ്ടിയുള്ളൊരു മാച്ച് മാത്രം. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 2 പ്ലേയേഴ്സ് വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഒന്നും ക്വാമി വെബ്രയും അതുപോലെ തന്നെ സഹീഫും. ഇത് ക്വാമി വെബ്രയുടെ കാര്യം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ലോണിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഈ ഒരു 2 ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ചിന്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ലോണിൽ വിടണമെന്ന് തന്നെയാണ്. അതായത് അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറല്ല. നമ്മുടെ ഡയമണ്ട് കോസിനെ കൂട്ട് നമുക്കൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറിനെയാണ് ആവശ്യം. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോണിന് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പറയുമായിരിക്കും ഇപ്പോൾ അവരുടെ റിസർവ് ടീമൊക്കെ കൊണ്ടായിരിക്കും രച്ചംപൂരി FC ഇറങ്ങിയെന്ന്. അങ്ങനെയല്ല, സില്ലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ ഫുൾ അതായത് മെയിൻ സ്ക്വാഡ് കൊണ്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അതായത് അവരുടെ ഫോറിനേഴ്സിനെ വരെ അവർ കളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ലൊരു വിജയം തന്നെയാണ്. സീനി ഒരു മാച്ച് കൂടിയുണ്ട്, അത് നാളെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇന്ന് കളിച്ച പ്ലേയേഴ്സിനെ കളിപ്പിക്കുമെന്ന് അറിയില്ല. കാരണം നമുക്കറിയാം ഇഞ്ചുറി ഒന്നും വരാതെ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചുറിയൊക്കെ ആയിരുന്നു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം നാളത്തെ മാച്ച് ആർക്കെതിരെയാണ്. അതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ് വന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 22 പറഞ്ഞു കേട്ടത്.